ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ നിന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നത് പ്രകാശൻ വരുന്ന ഭാഗം കേട്ടോ. പ്രകാശ് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയത്ത് രാജപ്പനെ കാണാണ്. എടാ പ്രകാശ, രാജപ്പണ്ണ എന്ന് പറഞ്ഞിട്ട് വേഗം പ്രകാശൻ വണ്ടി നിർത്തിട്ട് രാജപ്പന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. രാജപ്പൻ ചോദിക്കണ്ടേ, എവിടേക്കാണ് പ്രകാശന് നീ പോണത്? അതെ, എന്റെ മോനെന്ന് പറഞ്ഞ സാധനം പരോളിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഓ, അവനെ തപ്പി കാണാൻ വേണ്ടി പോവാണ്. എന്തിനാണ് അവനെ പോയി കാണുന്നത്? തലയിൽ എടുത്തു വെക്കാനാണോ? ഓ, മുമ്പ് നീ അങ്ങനെയായിരുന്നല്ലോ. അവനെ നിലത്തൊന്നും നീ നിർത്തില്ല. നിലത്ത് നിർത്തിയാലേ കാലിൽ മണ്ണ് പറ്റിയാലോ. അതുകൊണ്ട് തലയിലെല്ലാം എടുത്തു വെക്കുന്നുണ്ടായിരുന്നത്. തലയിലല്ല, എന്റെ നെഞ്ചിനാണ് ഞാൻ എടുത്തു വെക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണല്ലോ ഞാൻ അവനെ വളർത്തിയത്. പക്ഷെ ഇപ്പൊ പോണത് അവനൊന്ന് കാണാനായിട്ടാണ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനും സംസാരിച്ചു തീർക്കാനും ചെയ്തു തീർക്കാനൊക്കെ ഉണ്ട്. എടാ, എന്തിനാടാ ഇങ്ങനത്തെ ഒരു മോൻ? നീ രാഹുൽ മരിച്ചത് അറിഞ്ഞായിരുന്നോ? കാട്ടിലെ മൃഗങ്ങൾ വലിച്ചു കീറി കൊന്നാ കേട്ടത്. അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പ്രകാശം പറയണം. എടാ, നിനക്കുള്ള മരുമോനുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര മരുമോനാണ് കേട്ടോ. പിന്നെ നിന്റെ മകൾ കല്യാണി, ദൈവാനുഗ്രഹം ഒരുപാടുള്ള കൂട്ടത്തിലാണ് കല്യാണി. നിന്റെ ഭാഗ്യാണ് നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും എന്ന് പറയാണ്. അതെനിക്ക് മനസ്സിലായണ്ണ. അത് മനസ്സിലാവാൻ ഒരുപാട് വൈകിപ്പോയി. എന്റെ കല്യാണി മോണ്ടല്ലോ, അവള് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കുട്ടിയാണ്. അവള് എന്നെ ഇപ്പൊ കൈ പിടിച്ചെടുത്തതേ അവളാണ്. അവളെ ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ദൈവം എനിക്ക് അനുഗ്രഹിച്ചു തന്ന എന്റെ മോളായിരുന്നു അവള്. അവളെ തട്ടിത്തെറിപ്പിച്ചിട്ടാ മറ്റവനെടുത്ത് ഞാൻ തലയിൽ വെച്ചുകൊണ്ട് നടന്നത്. അല്ല, ഇവനേക്ക് എന്തിനാണാവോ പരോളിന് ഇറങ്ങണത് എന്ന് രാജപ്പൻ ചോദിക്കാണ്. കഴിഞ്ഞ ദിവസമേ കല്യാണി എന്നെ വിളിച്ചിരുന്നു. അവൾ എന്നോട് ചോദിക്കുകയാണ്, രാജപ്പെണ്ണ എന്തെങ്കിലും പൈസ ഇതിന് വേണമെങ്കിൽ ചോദിക്കണം കേട്ടോ എന്നൊക്കെ പറയാ. പിന്നീട് എന്തെങ്കിലും വർക്ക് സൈറ്റിൽ പണി നടക്കുകയാണെങ്കിൽ അവിടെ മേൽനോട്ടമായിട്ട് പോയി നിന്നോ, പൈസ അക്കൗണ്ടിലേക്ക് ഇട്ടോളാന്നൊക്കെ പറയാ. എവിടെ കിട്ടോടാ ഇങ്ങനത്തെ ഒരു പെൺകുട്ടീനെ? ഞാൻ അവളെ എത്രമാത്രം ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ എന്നോട് സ്നേഹത്തോടെ പെരുമാറാറുള്ളൂ എന്നിങ്ങനെ പറയാണ്. അതൊക്കെ കേൾക്കുമ്പോ പ്രകാശിന് സന്തോഷാവാട്ടോ. പ്രകാശിനോട് പറയണ്ടേ, അല്ല എന്നിട്ട് നീ ഇപ്പൊ എവിടെയൊക്കെ പോണത്? അതെവിടേക്കാന്ന് അറിയില്ല. അവൻ തന്നെ പരോളിൽ ഇറങ്ങിയ സ്ഥിതിക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണുമല്ലോ. കാണുമായിരിക്കോടാ. പിന്നെ ഞാനെങ്ങാനും കാണുവാണെന്നുണ്ടെങ്കിലേ ഞാൻ നിന്നെ വിവരം അറിയിക്കാം എന്ന് പറയാണ്. ശരി എണ്ണ എന്നാന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശിന് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ. പിന്നീട് കാണിക്കുന്നത് കിരണിനെയാണ്. കിരൺ എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സരയു അടുത്തേക്ക് വരുന്നുണ്ട് ഓഫീസില്. സരയുവിടെ കിരൺ പറയുന്നുണ്ട്, അറിഞ്ഞോ പുതിയ വിശേഷം? എന്താണ് കിരണേ? അതെ, അടുത്ത ശത്രു കൂടി പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. ആരാത്? വിക്രമാണോ? അതെ. ഇവനൊക്കെ എന്തിനാണോ പരോളിൽ ഇറങ്ങണത്? അല്ല, അവൻ എത്ര ദിവസത്തെ പരോൾ ഉണ്ടടാ? അവന് എത്ര ദിവസത്തെ പരോൾ ഉണ്ടെന്ന് അറിയില്ലടേ. അതെ, അവന് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് കല്യാണിയെടുത്തും അതുപോലെ തന്നെ നിന്നോടും പിന്നെ കാർത്തിക ചേച്ചിയെടുത്ത. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സൂക്ഷിക്കണം കേട്ടോ. എന്തായാലും കല്യാണത്തിന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ശത്രുവിനെ കൂടി ഒഴിവാക്കിയേ പറ്റൂ. എടാ, അവനെ കൂടി കൊന്നു കളഞ്ഞേക്കടാ എന്ന് സരയു പറയുമ്പോ, എടി ഇങ്ങോട്ട് ദ്രോഹിക്കാതെ എന്തിനാണ് വെറുതെ കൊന്നു കളയണത്? അവന്റെ ഉദ്ദേശം എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അവൻ പരോളിൽ ഇറങ്ങിയിട്ട് ഉപദ്രവിക്കാനുള്ള ശ്രമം എന്നുണ്ടെങ്കിൽ അവന്റെ അവസ്ഥ ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ വേലുവിനോട് ഞാൻ പറഞ്ഞിരുന്നു വിക്രം പരോളിൽ ഇറങ്ങിയ കാര്യം. അപ്പൊ അവനെന്താ പറഞ്ഞെന്നറിയാവോ? അവനെ ഊരിലേക്ക് കൊണ്ടുതരാൻ, ബാക്കിയൊക്കെ വേലു നോക്കിക്കോളാന്നാ പറഞ്ഞത്. ആദ്യം അവൻ പരോളിൽ ഇറങ്ങിയത് എന്തിനാണെന്ന് അറിയട്ടെ, അതിനുശേഷം വേണം അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് എന്ന് പറയണം. ആ സമയത്ത് സരയു പറയുന്നുണ്ട്, എന്തായാലും അവനെ സൂക്ഷിക്കണോടാ. കാരണം അവന്റെ അച്ഛനും അമ്മയൊക്കെ അവനെ അങ്ങനെയാണല്ലോ വളർത്തിയത്. അതിനുശേഷം ഇപ്പൊ തള്ളിക്കളഞ്ഞത് കൊണ്ട് തന്നെ അവന്റെ അച്ഛനോടും അമ്മൂപ്പയെടുത്തും കല്യാണത്തിൽ തന്നെയായിരിക്കും അവൻ ഏറ്റവും കൂടുതൽ ദേഷ്യം. എനിക്കറിയാടി എന്താ അവന്റെ ഉദ്ദേശം ഒന്ന് മനസ്സിലാവട്ടെ, അതിനുശേഷം എന്താ തീരുമാനം എടുക്കാൻ വെച്ചിട്ടാണ്. ശരിടാ എന്ന് പറഞ്ഞിട്ട് സരയു അപ്പുറത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് കിരൺ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സരയു കിരണ തിരിഞ്ഞു നോക്കി പിന്നീട് അപ്പുറത്തേക്ക് പോകുവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെ ആട്ടോ. വിക്രം രാത്രി ആവുമ്പോഴേക്കും ഒരു തട്ടുകടയിൽ കയറി ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഒരു കട്ടനും കൂടി എന്ന് പറഞ്ഞിട്ട് ദോശയും കട്ടനൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രകാശന അലഞ്ഞ് തിരിഞ്ഞ് അവസാനം ആ തട്ടുകടയിലേക്ക് പ്രകാശന ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ വിക്രത്തിനെ കാണുന്നത് കേട്ടോ. പ്രകാശന അപ്പൊ ചായ കുടിക്കാൻ കയറുന്നില്ല. പതിക്ക് ഒളിഞ്ഞു നോക്കുവാണ്. വിക്രം ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകിയിട്ട് പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ശേഷം നടന്നു പോണത് ഒരു വീട്ടിന്റെ മുന്നിലേക്കാട്ടോ. പ്രകാശനും തൊട്ടു പിന്നാലെ ബൈക്കിന്
വിക്രത്തിന്റെ ബൈക്കിന്റെ അടുത്തിന് പ്രകാശിന് പതുക്കെ പമ്മി 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 പോകുന്നുണ്ട്. അങ്ങനെ വിക്രം ഒരു വീടെത്തുമ്പോഴേക്കും അവിടേക്ക് കേറാണ്. അവിടെ വിക്രത്തിന്റെ മറ്റേ കൂട്ടുകാരനുണ്ടല്ലോ, അയാള് കീയൊക്കെ ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കാട്ടോ. വിക്രം അകത്തേക്ക് കേറുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരൻ ഹലോ വിക്രം വാടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വിക്രം ചോദിക്കണ്ടേ, എടാ ഇത് ആരുടെ വീടാടാ? എന്തെങ്കിലും ആ വീട് കാണുമ്പോ ചോദിക്കാണ്. അത് അത്യാവശ്യം വലിയ വീടാട്ടോ, 3 മാസം കൂടുമ്പോഴേ വരാറുള്ളൂ. ഈ വീട്ടിൽ CCTV ഒന്നും ഇല്ല. ഇതിന്റെ മുന്നിലെ വീട്ടിലും CCTVയും കാര്യങ്ങളൊന്നും ഇല്ലടാ. അതുകൊണ്ട് ഇയാള് ഖത്തറിലേക്ക് പോകുമ്പോ ഞങ്ങൾ ഇവിടെ വന്ന് കൂടാറൊക്കെ ഉണ്ട്. പിന്നെ അയാള് പൈസ ഒന്നും വെക്കില്ല, ആറു പിശുക്കനാണ്. എടാ അത് നല്ല കാര്യമല്ലടാ, പൈസ വെച്ചിരുന്നെങ്കിൽ അതങ്ങനെ പോയി കഴിഞ്ഞാൽ അയാൾ അതിന്റെ പേരിൽ കേസ് കൊടുത്താനെ. പിന്നെ നിങ്ങൾക്ക് ഇതിനോട് വരാൻ പറ്റില്ലല്ലോ. അത് നീ പറഞ്ഞ ശരിയാ. അല്ല നിന്റെ ഉദ്ദേശം എന്താടാ? ഉദ്ദേശമൊന്നുമില്ലടാ, എനിക്കൊരു ചെറിയ റൂമാണെങ്കിലും മതി, അതാ നിന്നെ വിളിച്ചത്. ഇവിടെ സൗകര്യം ഉണ്ടടാ, നീ നന്നായിട്ട് കിടന്നുറങ്ങിക്കോ. എടാ ഭക്ഷണം വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടോടാ? എടാ അതൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല, നീ ആദ്യം സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങ്, നാളെ ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഞാൻ എത്തിക്കാടാ എന്ന് പറയാണ്. ഇന്നാ കീ എന്ന് പറഞ്ഞിട്ട് കീ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പ്രകാശൻ അതായത് റോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഗേറ്റിൽ കൂടി ഇങ്ങനെ നോക്കി കാണുന്നുണ്ട് കേട്ടോ. ശേഷം വിക്രത്തോട് ചോദിക്കുന്നുണ്ട് കൂട്ടുകാരൻ, നിന്റെ പരോളിൽ ഇറങ്ങിയിട്ട് പ്ലാൻ എന്താന്ന് ചോദിക്കുമ്പോ ആദ്യം ആ കല്യാണി എന്ന് പറഞ്ഞവളെ ഇല്ലാതാക്കണം. പിന്നെ അവളുടെ ഭർത്താവുണ്ടല്ലോ കിരൺ, അവനെ വെട്ടിക്കീറണം. അതിനുശേഷം കാർത്തിക, എന്നിട്ട് ഞാൻ ഇങ്ങനെ ആവാൻ കാരണക്കാരാരാണോ അവരെയൊക്കെ ഞാൻ കൊത്തി മലർത്തോടാ. എടാ നീ പരോളിൽ ഇറങ്ങിയിരിക്കണല്ലേടാ, പിന്നെ ഇതൊക്കെ ചെയ്താൽ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? എനിക്ക് തിരിച്ചു പോകണമെന്ന് ഒരു ആഗ്രഹമില്ലടാ. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അതുങ്ങളൊക്കെ ഇല്ലാതാക്കണം, അത് മാത്രമുള്ള എന്റെ ആഗ്രഹം എന്ന് പറയാണ്. ശേഷം കൂട്ടുകാരൻ പറയുന്നുണ്ട്, ശരിയെടാ ഞാൻ പിന്നെ നാളെ രാവിലെ വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും പ്രകാശൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് അങ്ങ് പോകുവാട്ടോ. അതെല്ലാം തന്നെ പ്രകാശനും കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് കല്യാണിനെയാണ്. കല്യാണി അച്ഛനെയും കാത്ത് ഇങ്ങനെ ഇരിക്കാട്ടോ. കാദംബരി വരുന്നുണ്ട് മരുന്നായിട്ട്. കല്യാണി ഇന്ന് മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞു കൊടുക്കാണ്. കല്യാണി മരുന്ന് കഴിച്ചപ്പോ ചോദിക്കണ്ടേ, ചേച്ചി ഇതുവരെയായിട്ടും അച്ഛനെ കാണുന്നില്ലല്ലോ ചേച്ചി, പോയിട്ടോ ഒരുപാട് നേരമായല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും പ്രകാശിന് അവിടേക്ക് വരുവാട്ടോ. ദേ അച്ഛൻ വന്നല്ലോ, അച്ഛൻ എവിടെ പോയിരിക്കാന്ന് വെച്ചാ എത്ര നേരമായി പോയിട്ട്? അച്ഛൻ പുറത്തു ഇറങ്ങിയിട്ട് അവനെങ്ങാനും കണ്ടിരുന്നോ ആ അച്ഛൻ തലയിലെടുത്ത് വെച്ചിരുന്ന മോനെ എന്ന് കാദംബരി ചോദിക്കുമ്പോ, തലയിലല്ലോ മോളെ, ഞാൻ ഹൃദയത്തിൽ നടന്നുകൊണ്ടിരുന്ന മോനല്ലേ, ഞാൻ കണ്ടൊന്നുമില്ല എന്ന് പറയാണ്. അല്ല പിന്നെ അച്ഛൻ എവിടെയാ പോയത്? അവനെവിടെയും കാണോ നോക്കാൻ വേണ്ടി പോയതാണ്, പക്ഷെ കണ്ടൊന്നുമില്ല എന്ന് പറയണ്ട. അച്ഛ സൂക്ഷിക്കണം, അച്ഛനോടും ഇപ്പൊ അവനെ ദേഷ്യമൊക്കെ ഉണ്ട് എന്ന് കല്യാണി പറയാണ്. അത് കേൾക്കുമ്പോ പ്രകാശം പറയണ്ട, മോളെ നിന്നോടും കിരണിനോടും കാർത്തികടുത്ത് അവന്റെ ദേഷ്യം കൂടുതൽ, അതുകൊണ്ട് നിങ്ങൾ അധികം പുറത്തൊന്നും ഇറങ്ങണ്ട. പിന്നെ ഞാനിന്ന് അമ്മേനെ കണ്ടിരുന്നു, അമ്മേനോട് എന്താ പറഞ്ഞതെന്നറിയാവോ? അവനെ നമുക്ക് രണ്ടുപേർക്കും കൂടി കൊന്നു കളയാൻ പ്രകാശ എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും കാദംബരി പറയണ്ട, അച്ഛനൊരു കാര്യം ചെയ്യും, അവനെ സ്നേഹത്തോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ, എന്നിട്ട് അവന് വയർ നിറച്ച് ഭക്ഷണം കൊടുക്കാം, എന്നിട്ട് ആ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കാം, അങ്ങനെയെങ്കിലും ചത്തൊടുങ്ങട്ടെ അവൻ എന്നിങ്ങനെ പറയണ്ട്. എന്തായാലും പിന്നീട് ഞാൻ പോയിട്ടൊന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. അല്ല അച്ഛൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല മക്കളെ, അച്ഛന് വിശപ്പില്ല. അത് പറഞ്ഞാൽ ശരിയാവില്ല, അച്ഛൻ കഴിക്കണം. ഞങ്ങൾ ആ വിക്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ മരിച്ചപ്പോ പോലും കാണാൻ വരത്തവനല്ലേ അവൻ എന്ന് പറയുമ്പോ പ്രകാശം പറയണ്ട്, അമ്മ മരിച്ചപ്പോ കാണാൻ വന്നില്ല, അച്ഛൻ മരിക്കുമ്പോഴും അവൻ കാണാൻ വരില്ല, അത് അങ്ങനത്തെ ഒരു ജന്മമാണ് എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അകത്തേക്ക് കയറി പോകുവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയാണ്. വിക്രം രാത്രി ഫോൺ എടുത്തിട്ട് സരയുവിനെ വിളിക്കാട്ടോ. സരയു ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, എടി സരയു, ഞാനാ വിക്രം. എടാ നീ എന്തിനാണ് എന്നെ വിളിക്കണത്? എടി നീ പേടിക്കണ്ട, ഈ ഫോൺ എനിക്ക് അടിച്ചു മാറ്റിയ ഫോണാ. നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫോണിന്റെ സിമ്മും ബാറ്ററിയൊക്കെ ഊരി വെക്കും, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. എടി എനിക്ക് കല്യാണിനെ കൊല്ലാൻ ഒരു അവസരം ഉണ്ടാക്കി താടി. എടാ അതിനുള്ള അവസരം ഞാൻ അച്ഛനുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ അച്ഛൻ അവളെ കുത്തിയത്. പക്ഷെ അച്ഛനും അതുകൊണ്ട് ഉപദ്രവം മാത്രമേ ഉണ്ടായുള്ളൂ. അച്ഛനും തീർന്നല്ലോ. അച്ഛൻ മരിച്ചപ്പോ എനിക്ക് പൊട്ടിക്കരയാൻ പോലും സാധിച്ചില്ല എന്ന് പറയാണ്. വിക്രം പറയണ്ടേ, എടി അതിന്റെ ഉള്ള പരിഹാരം ഞാൻ കാണിച്ചു തരാം. ഞാനിനി നിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ അച്ഛനെ കൊന്നവനല്ലേ ആ കിരൺ, പിന്നെ നിനക്ക് എന്തിനാണ് അവനെ കെട്ടോന്ന് ഇത്ര നിർബന്ധം? എടാ അതിന്റെ മധുര പ്രതികാരം കൂടിയാണെന്ന് നീ കൂട്ടിക്കോ. കിരണിന്റെ ജീവനാണ് കല്യാണി. അവൾ ഇല്ലാതായി കഴിഞ്ഞാൽ തന്നെ കിരൺ പകുതി തകർന്നൂടാ. അങ്ങനെ തകർന്നിരിക്കുന്ന കിരണ് എനിക്ക് വിവാഹം കഴിക്കണം എന്ന് പറയാണ്. സരയു, നീ എനിക്ക് ഒരു ഉപകാരം ചെയ്തെന്നാ മതി, ആ കല്യാണിനെ എങ്ങനെയെങ്കിലൊക്കെ തഞ്ചത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോവാ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. എടാ അവൾക്കിപ്പോ
പരിക്കൊക്കെ പറ്റിയോണ്ട് അവള് പുറത്തിറങ്ങലൊക്കെ കുറവാണ്. എങ്കിലും ഞാൻ നാളെ അവരുടെ വീട് വരെ ഒന്ന് പോകാം. അവളെങ്ങനെയെങ്കിലും പുറത്തു പോകുന്നുണ്ടോന്നോ അല്ല അവൾ എവിടെയെങ്കിലും പുറത്തിറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിലോ അപ്പൊ തന്നെ ഞാൻ നിന്നെ വിവരം അറിയിക്കാം എന്ന് പറയാണ്. ശരിയുടെ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറയാണ്. എന്തായാലും നീ തന്നെ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നെ. പിന്നെ രാഹുലങ്ങൾ അവളെ കടാര വെച്ചല്ലേ കുത്തിയത്, അതുകൊണ്ടല്ലേ അവനെ രക്ഷപ്പെടുത്താനായത്. പക്ഷെ ഞാൻ കുത്താൻ പോണത് കടാര വെച്ചിട്ടില്ല, ഒരു ഒറ്റ വെടി അവളുടെ തലക്കിട്ട്. അതോടെ അവള് മരിക്കും. അവള് ആ ഒരു സെക്കൻഡ് ഉടനെ ഇല്ലാതാവും, ആർക്കും രക്ഷപ്പെടുത്താൻ പോലും പറ്റില്ല എന്ന് വിക്രം പറയുമ്പോ അത് കേട്ട് സന്തോഷിക്കുകയാണ് സരയു. ശരിടാ, നാളെ ഞാൻ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാം എന്ന് പറഞ്ഞിട്ട് സരയു ഫോം വെക്കുന്നുണ്ട്. ഫോം വെച്ചതിന് ശേഷം സരയു റൂമിന് പുറത്താണെങ്കിൽ സരയു പറയണതെല്ലാം കേട്ടുകൊണ്ട് താര ഒളിഞ്ഞിരുന്ന് കേൾക്കുവാട്ടോ. പെട്ടെന്ന് സരയു അത് കാണുന്നുണ്ട്. അമ്മ എന്താ ഇവിടുന്ന് ഒളിഞ്ഞിരുന്നു, എല്ലാം കേൾക്കുമായിരുന്നോ? ഇല്ല എന്ന് താര പറയാണ്. സത്യം പറ, ഞാൻ പറയണത് എന്തെങ്കിലും അമ്മ കേട്ടോ? ഇല്ല എന്ന് താര പറയുന്നുണ്ട്. ആർത്തോ സംസാരിക്കുന്ന പോലെ തോന്നി, കേട്ടൊന്നുമില്ല എന്ന് പറയാണ്. അമ്മക്കിപ്പ എന്നോട് നല്ല ദേഷ്യം ഉണ്ടല്ലേ, അമ്മക്ക് നല്ല ഒരു വെപ്രാളം ഉണ്ടല്ലോ. എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോലും അമ്മ ഇപ്പൊ ഇരിക്കുന്നില്ല എന്ന് പറയാണ്. അത് വിശപ്പില്ലാഞ്ഞിട്ടാണ് എന്ന് താര പറയുമ്പോ അതെ, വിശപ്പുണ്ടാവില്ല. എന്റെ അച്ഛൻ മരിച്ചപ്പോഴും ഞാൻ വിശപ്പുണ്ടായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, പച്ചവെള്ളം പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാണ്. എന്റെ ശത്രുക്കൾ എല്ലാം ഇല്ലാതായാൽ മാത്രമേ എനിക്കിനി വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാവുള്ളൂ. ദേ, ഞാൻ പറയണത് എന്തെങ്കിലും കേട്ട് പുറത്തു പോയിട്ട് ആർക്കെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, എന്റെ പ്ലാൻ ആർക്കെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഈ അമ്മ എന്നെ കാണില്ല, എന്റെ മുഖം പോലും അമ്മ കാണില്ല. കുറെ വർഷം അലഞ്ഞു തിരിഞ്ഞിട്ടാണല്ലോ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നത്. ഞാൻ പോകും, മനസ്സിലായോ? അത് വേണ്ടെന്നാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആരോടും പറഞ്ഞേക്കരുത്, കേട്ടെങ്കിൽ. അപ്പൊ താര ചോദിക്കണ്ട, ആരോടാ ഫോണിൽ സംസാരിച്ചെന്ന് ചോദിക്കാണ്. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ആർത്താ ഫോണിൽ സംസാരിച്ചത് അറിയണോ അല്ലെ? പറയാനേ സൗകര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫോണിൽ സംസാരിച്ചതും പറഞ്ഞതൊന്നും ആരോടും പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞിട്ട് സരയു അവിടുന്ന് പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.